ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിഷൻ ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ പനീർ ബുർജിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 2 ഇടത്തരം സവാള പൊടിയായി അരിഞ്ഞത്, 2 ഇടത്തരം തക്കാളി പൊടിയായി അരിഞ്ഞത്, എരിവുള്ള 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 250 ഗ്രാം പനീർ പൊടിച്ചത്. അത് ഗ്രേറ്റ് ചെയ്യുകയോ കൈകൊണ്ട് പൊടിച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ചൂടായ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഇത് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് ഒന്ന് പതുക്കെ വാട്ടിയെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കുറച്ച് പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യണം. ഇപ്പോൾ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി പാകത്തിന് വെന്ത് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി പൊടിച്ചു വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ ഉപ്പ് പാകത്തിനാണെന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അത് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പനീർ ബുർജി ഇവിടെ പാകത്തിന് വെന്ത് തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി മേളിൽ വിതറി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതുമായ പനീർ ബുർജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക. ഇത് ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്